ഹലോ ഗൈസ്, യു അഗെയിൻ എന്നാ പറയാമെന്ന് എനിക്കറിയാം. ഐ ആം അഗെയിൻ. യെസ്, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നല്ല മഴക്കാലമാണ്. ഈ മഴ സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന വീട്ടിലിരിക്കുന്ന അമ്മ പെങ്ങന്മാരെ, ചേച്ചി ചേട്ടന്മാരെ, എൻ്റെ കൊച്ചുമക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ശാന്തതയും സമാധാനത്തോടു കൂടി പോകാൻ പറ്റിയ നല്ല പുസ്തകമാണ് ബുദ്ധൻ പറഞ്ഞ കഥകൾ. അടിപൊളിയാണ്, എൻഗേജിങ് ആണ്, ശാന്തമാണ്, സമാധാനമാണ്. അപ്പോൾ ഞാൻ 2 എണ്ണം വരുത്തിയിട്ടുണ്ട് കേസ്. അപ്പോൾ ഞാൻ കുറച്ച് വായിച്ചു, നല്ല രസമുണ്ട്. ഇപ്പോൾ വായനാശീലം നല്ല ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ബുദ്ധപതനം എന്ന് പറഞ്ഞ വേറൊരെണ്ണം കൂടിയുണ്ട്. നല്ല 2 ബുക്കുകളാണ്. വായിക്കാൻ നല്ല വായനാശീലം ഉള്ളവർക്ക് ഏറ്റവും നല്ല വികാരമായിട്ടുള്ള നല്ല പുസ്തകമാണ്, നല്ല ബുക്കാണ്. എല്ലാവരും വായിക്കുക, വായിച്ച് വളരുക. വളർന്ന് വളയാതിരിക്കരുത്, വളർന്നുകൊണ്ടേയിരിക്കുക. വേറെ ലെവലാണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും വായിക്കുക. ഞാൻ കുറച്ച് വായിച്ചു കേസ്, നല്ല രസമുണ്ട്. ഒരു മനസ്സിനൊക്കെ ഒരു ഏകാഗ്രതയും നല്ലൊരു ശാന്തതയും സമാധാനത്തിനുമായ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയും യക്ഷിയും, അതുപോലെ തന്നെ വേറെ കുറേ കഥകളുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അത് പറയുന്നത്. ക്രൂരനായ അറവുകാരൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ നല്ല സംഭവമാണ്. അലയുന്ന മനസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പറാണ്, നല്ല രസമാണ്. അപ്പോൾ അതുപോലെ തന്നെ ബുക്ക് സ്റ്റാളിലൊക്കെ ഒരുപാട് കിട്ടും. ബുദ്ധൻ പറഞ്ഞ കഥകൾ, ഇതാണ് സംഭവം. ബുദ്ധൻ പറഞ്ഞ കഥകൾ. അതേപോലെ തന്നെ ബുദ്ധപതനം അത് തന്നെ ഇതിനകത്ത് KP രമേശ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ഇത് എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ ബുദ്ധൻ പറഞ്ഞ കഥകൾ പുനരാഖ്യാനം അനിൽകുമാർ തിലോകത്ത്. അടിപൊളിയാണ് സംഭവം, സൂപ്പറാണ് കേട്ടോ ഗേസ്. ഓക്കെ, വായിക്കൂ, വായിച്ചു വളരൂ. ഓക്കെ, സി യു നെക്സ്റ്റ് ടൈം.